തൊട്ടപ്പുറത്തിരുന്ന കുട്ടി എൻ്റെ പേപ്പറിൽ ഇങ്ങനെ നോക്കിയിട്ട് ഒരു റിയാക്ഷൻ ഇട്ടു, നിൻ്റെ എല്ലാം തെറ്റാണ്. കാരണം അവൾക്ക് ഓൾറെഡി ആൻസർ എല്ലാത്തിൻ്റെ അറിയാം. എൻ്റെ എല്ലാം തെറ്റാന്നുള്ള രീതിയിലൊരു റിയാക്ഷൻ എൻ്റെ അടുത്ത് കാണിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വന്ന് ഞാൻ തോറ്റുപോവോ, എൻ്റെ അച്ഛനും അമ്മയും വീണ്ടും ഇനി പൈസ അടച്ച് എന്നെ പഠിപ്പിക്കണമെന്ന് എനിക്ക് ഭയങ്കര വിഷമം തോന്നി. എൻ്റെ കണ്ണ് നിറഞ്ഞു അവിടെ നിന്നപ്പോൾ. അടുത്ത പോർഷൻ എന്ന് പറയുന്നത് റൈറ്റിംഗ് ആയിരുന്നു. അച്ഛൻ പലപ്പോഴും ധ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട്, മാതാവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്ക് മനസ്സിൽ ആരൊക്കെയോ നമുക്ക് ആൻസർ പറഞ്ഞു തരുമെന്ന്. അത് അപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത് എപ്പോൾ റൈറ്റിംഗ് എഴുതിയാലും തെറ്റും വെട്ടും വീണ്ടും റിപ്പീറ്റ് ആദ്യം തൊട്ട് എഴുതേണ്ട എനിക്ക് അന്ന് 2 ഇമെയിൽ ഒരു വെട്ടോ ഒരു തെറ്റോ ഇല്ലാതെ 2 എണ്ണം ആരോ എനിക്ക് പറഞ്ഞു തരുന്ന പോലെ ഞാൻ ഇരുന്ന് എഴുതി തീർത്ത്. എന്നിട്ട് ഞാൻ തന്നെ അതിശയിച്ച് നോക്കി, ഇത് ഞാൻ തന്നെ ആണോ എഴുതിയതെന്ന്. അങ്ങനെ എൻ്റെ B1 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സാം കഴിഞ്ഞു. ഞാൻ വെളിയിൽ വന്നപ്പോൾ കുട്ടികളെല്ലാം ആൻസർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുക. അപ്പോൾ അവരെല്ലാം പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. അവർ പറഞ്ഞൊന്നുമല്ല ഞാൻ ടിക്ക് ചെയ്തേക്കുന്നത്, എൻ്റെ എല്ലാം തെറ്റാണ്. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ നീ എന്നെ തോൽപ്പിക്കരുത്, എൻ്റെ കയ്യിൽ വീണ്ടും അടയ്ക്കാൻ പൈസയില്ല, സമയമില്ല, നീ ജയിപ്പിക്കണേ എന്ന് അമ്മയോട് കരഞ്ഞു തന്നെ പ്രാർത്ഥിച്ചു. റിസൾട്ട് വന്നപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ആകെ 2 കുട്ടികൾക്കാണ് എല്ലാ മൊഡ്യൂളിനും പാസ്സായത്. അതിലൊരു വ്യക്തി ഞാനായിരുന്നു. എൻ്റെ തൊട്ടപ്പുറത്തിരുന്ന് എൻ്റെ ആൻസർ തെറ്റാന്ന് റിയാക്ഷൻ ഇട്ട കുട്ടിക്ക് പോലും ആ ഹിയറിങ്ങിന് ബ്ലൂ കിട്ടിയപ്പോൾ അതിലും ഹൈ മാർക്കോടെ ഗ്രീൻ തന്ന് മാതാവ് എന്നെ പാസ്സാക്കി. അതായിരുന്നു എൻ്റെ ആദ്യത്തെ മാതാവിനോടുള്ളൊരു അനുഗ്രഹം കിട്ടിയത്. പിന്നെ ഞാൻ B2 പഠിച്ചു. B2 ഇൻ്റർനാഷണൽ എക്സാം എഴുതാൻ കോയമ്പത്തൂർ പോയി. അതിന് മുമ്പ് B2 നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മോക്ക് എക്സാം നടത്തി. അപ്പോൾ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഏറ്റവും എല്ലാം കണ്ടക്ട് ചെയ്യുന്ന ഒരു ടീച്ചറുണ്ട്. ടീച്ചർ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നീ B2 ഇൻ്റർനാഷണൽ എക്സാം ഫെയിലായി പോവടി എന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ഞാൻ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നിട്ടും ടീച്ചർ എന്തുകൊണ്ട് എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു എന്നോർത്ത് എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ആ സമയങ്ങളിൽ എനിക്ക് തന്നെ തോന്നി, ഞാൻ ക്ലാസ്സിൽ ചെയ്യുമ്പോൾ എനിക്ക് അതുപോലെ നല്ലപോലെ മാർക്ക് കിട്ടുന്നില്ല, സമയത്തിനുള്ളിൽ എനിക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് തന്നെ എന്നോട് സംശയം തോന്നി, എൻ്റെ മെറിറ്റ് കൊണ്ട് എനിക്ക് പാസ്സാവാൻ പറ്റത്തില്ല. മാതാവിനെ വീണ്ടും ഞാൻ വിളിച്ചു, കരഞ്ഞു പ്രാർത്ഥിച്ചു, അമ്മേ നീ എന്നെ പാസ്സാക്കണം, എൻ്റെ വീട്ടിലെ അവസ്ഥ നിനക്കറിയാം, നീ തോൽപ്പിക്കരുതെന്ന് പറഞ്ഞ് കോയമ്പത്തൂർ പോയി. ഞാനും എൻ്റെ അമ്മയും കൂടാണ് കോയമ്പത്തൂർ പോയത്. എക്സാമിന് അമ്മയുടെ നേർച്ച വസ്തുക്കളായ തൈലവും കാശുരൂപം എല്ലാം പുരട്ടി പ്രാർത്ഥിച്ച് തന്നെ കയറി. ഫസ്റ്റിലത്തെ സ്പീക്കിംഗ് ആയിരുന്നു. എന്താണെന്നറിയില്ല, ഇൻ്റർനാഷണൽ എക്സാം ആയിട്ട് പോലും അന്ന് വെറും 6 പേരായിരുന്നു എക്സാമിനുണ്ടായിരുന്നത്. അപ്പോൾ സ്പീക്കിംഗ് എന്ന് പറയുമ്പോൾ 2 പാർട്ട്നേഴ്സ് വെച്ചാണ്, അങ്ങനെ 3 ടീമായിരുന്നു ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ഒരു ടീമിനെ വിളിച്ചു, അവർ കഴിഞ്ഞു. സെക്കൻഡ് ആയിരുന്നു ഞാനും എൻ്റെ